Buonasera a tutti. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന കുറച്ച് ഇറ്റാലിയൻ വേർഡ്സ് ആണ്. അത്യാവശ്യം ഇറ്റാലിയൻ ഒരു അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ അപ്പാർട്ട്മെൻറ്റിനെ നമ്മൾ ഇറ്റാലിയനിൽ പറയുന്നത് അപ്പാർത്തമെന്തോ. വീടിനെ നമ്മൾ കാസ എന്ന് പറയും. പിന്നെ നമ്മൾ റൂമിനെ മുറീനെ ഒക്കെ നമ്മൾ പറയും സ്താൻസ. അല്ലെങ്കിൽ ഇങ്ങനെ പറയും, കിടപ്പുമുറിനെ നമ്മൾ പറയും ക്യാമറ ദിലെത്തോ എന്നും പറയും. പിന്നെ ബാത്റൂമിനെ നമ്മൾ പറയും ബാഞ്ഞോ. പിന്നെ നമ്മൾ അടുക്കളേനെ നമ്മൾ കുച്ചീന എന്ന് പറയും. പിന്നെ ചില ഇതിൽ സൊജോർണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് റൂമിന് സൊജോർണോ എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ സാലദി പ്രാൻസോ, ഡൈനിങ് റൂമിനെ സാലദി പ്രാൻസോ എന്ന് പറയും. നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാനൊക്കെ ഉപയോഗിക്കുന്നത് റൂമിനെ നമ്മൾ സാലദ പ്രാൻസോ എന്ന് പറയും. പ്രാൻസോ ഡൈനിങ് റൂമിനെ. പിന്നെ ബാൽക്കണീനെ നമ്മൾ ബൽക്കോണയെന്ന് പറയും. പിന്നെ നമ്മൾ ലിഫ്റ്റിന് എന്ത് പറയും? അഷൻസോറെ എന്ന് പറയും. അഷൻസോറെ. പിന്നെ സ്കാലേനെ നമ്മൾ സ്കാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടികളിനെ നമ്മൾ സ്കാല എന്ന് പറയും. പിന്നെ ഫർണിച്ചറിനെ നമ്മൾ പറയും മൊബിലിയ എന്ന് പറയും. പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു ഇറ്റാലിയൻ ഫ്ലാറ്റുകളിൽ അതുപോലെ തന്നെ അപ്പാർട്ട്മെൻറ്റിലൊക്കെ ജോലി എടുക്കുമ്പോൾ അവിടെ നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരാളവിടെ ഇരിക്കുന്നുണ്ടാവും, ഡോർമാൻ എന്ന് പറയും. അയാളെ പറയുന്നത് പൊർത്തിയേരെ എന്നാണ് പറയുക. പിന്നെ ഈ ഗേറ്റിനെ നമ്മൾ കഞ്ചെല്ലോ എന്ന് പറയും. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഈ ഇൻ്റർകോം വഴി വീട്ടിലുള്ള ആളെ വിളിച്ച് വാതിൽ തുറക്കാനായിട്ട് ഉപയോഗിക്കണേനെ നമ്മൾ പറയുന്നത് ചിത്തഫോണോ എന്ന് പറയും. പിന്നെ നമ്മൾ വീട് ചൂടാക്കണ റേഡിയേറ്ററിനെ നമ്മൾ പറയും തെർമസിഫോണെ എന്ന് പറയും. പിന്നെ നമ്മുടെ വീട്ടിൽ ഹീറ്റർ ഉണ്ടാവില്ലേ, വെള്ളം ചൂടാക്കാനൊക്കെ, അതിനെ പറയുന്നത് സ്കൽദോബാഞ്ഞോ. അപ്പോൾ ഒരുവിധം കുറച്ച് വാക്കുകൾ നമ്മളിന്ന് പഠിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റാലിയൻ അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ ഇതിലൂടെ പറയണുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ താങ്ക്സ്.